ലോകത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ചൈന. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ ഗവേഷണത്തെ അടിസ്ഥാനമാക്കി ന്യൂസ് വീക്കാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും വെറുക്കപ്പെട്ട ആദ്യ രാജ്യം ചൈനയും തൊട്ടുപിന്നിൽ അമേരിക്കയുമാണ്. ലോകമെമ്പാടുമുള്ള റിപ്പോർട്ടുകളും പൊതുജനാഭിപ്രായ സർവേകളും സംയോജിപ്പിച്ചാണ് ഈ റാങ്കിംഗ് നിർണ്ണയിക്കുന്നത്. എന്നാൽ പാകിസ്ഥാനെ പിന്തുണച്ചത് മുതൽ ചൈനയ്ക്ക് വമ്പൻ തിരിച്ചടികളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് ഭാരതത്തെ സ്നേഹിക്കുന്ന ചിലർ അഭിപ്രായപ്പെടുന്നത്. അതിൽ പിന്നെ ചൈനയ്ക്ക് നഷ്ടങ്ങളുടെ പാതയിലൂടെയാണ് സഞ്ചരിക്കേണ്ടി വന്നതുമെന്നാണ് പറയുന്നത്. ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമായതുകൊണ്ടാണ് ഇപ്പോൾ വെറുക്കപ്പെട്ട രാജ്യങ്ങളിൽ ചൈനയ്ക്ക് ഒന്നാമത് എത്താൻ സാധിച്ചതെന്നും ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. വേൾഡ് പോപ്പുലേഷൻ റിവ്യൂവിന്റെ ഗവേഷണ പ്രകാരം ആഗോള വ്യാപാര യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്ക ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. നിലവിൽ ഉക്രൈനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന റഷ്യ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്താണ്. ഉത്തര കൊറിയ 4ാം സ്ഥാനത്തും ഇസ്രായേൽ 5ാം സ്ഥാനത്തുമാണ്. ആഗോളതലത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാൻ 6ാം സ്ഥാനത്തും ഇറാൻ 7ാം സ്ഥാനത്തുമാണ്. അതേസമയം അമേരിക്ക ചൈനയുടെ വ്യാപാര ഉടമ്പടി ഗുരുതരമായി ലംഘിച്ചുവെന്നും തങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ചൈന പറഞ്ഞിരുന്നു. കഴിഞ്ഞ മാസം ജനീവയിൽ നടന്ന ചർച്ചകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ കുറച്ചപ്പോൾ ഉണ്ടാക്കിയ കരാറിനെ വാഷിംഗ്ടൺ ഗുരുതരമായി അട്ടിമറിച്ചുവെന്ന് ചൈനയുടെ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. ജനുവരിയിൽ ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ കോളിലുണ്ടായ അഭിപ്രായങ്ങളെ US നടപടികൾ ഗുരുതരമായി ലംഘിച്ചുവെന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. US പ്രസിഡന്റ് വിശദാംശങ്ങൾ നൽകിയില്ല. എന്നാൽ കരാറിന് കീഴിൽ സമ്മതിച്ചതുപോലെ ചൈന താരിഫിതര തടസ്സങ്ങൾ നീക്കം ചെയ്യുന്നില്ലെന്ന് വ്യാപാര പ്രതിനിധി വ്യക്തമാക്കിയിരുന്നു. ചൈനീസ് കമ്പനികൾക്ക് കമ്പ്യൂട്ടർ ചിപ്പ് ഡിസൈൻ സോഫ്റ്റ്വെയർ വിൽക്കുന്നത് നിർത്തിവെക്കുക, ചൈനീസ് ടെക് ഭീമനായ ഹുവാവെ നിർമ്മിച്ച ചിപ്പുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുക, ചൈനീസ് വിദ്യാർത്ഥികൾക്കുള്ള വിസ റദ്ദാക്കുക എന്നിവ US കരാറിന്റെ ലംഘനങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നും പറഞ്ഞിരുന്നു. അതുകൂടാതെ ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ചൈനീസ് മിസൈലുകളുടെ പ്രകടനത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ ബീജിംഗ് അടുത്തിടെ വിസമ്മതിച്ചിരുന്നു. ഇതൊരു പതിവ് നയതന്ത്ര നീക്കം പോലെ തോന്നാമെങ്കിലും നിശബ്ദത വളരെയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ലോകത്തിലെ 4ാമത്തെ വലിയ ആയുധ കയറ്റുമതിക്കാരാണ് ചൈന. ചൈനീസ് ആയുധ സംവിധാനങ്ങളുടെ നിലവാരമില്ലാത്ത പ്രകടനം പരസ്യമായി അംഗീകരിക്കുന്നത് ചൈനയുടെ വളരുന്ന പ്രതിരോധ കയറ്റുമതി അഭിലാഷങ്ങളെ പ്രത്യേകിച്ച് പശ്ചിമ ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങൾ ബാധിച്ചിരിക്കാം. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം കൂടുതൽ ശക്തമാകുന്നതോടെ ചൈനയുടെ ഏറ്റവും പഴക്കമേറിയതും സ്ഥിരതയുള്ളതുമായ ആയുധ ക്ലയന്റുകളിൽ ഒന്നാണ് പാകിസ്ഥാൻ എന്നത് ശ്രദ്ധേയമാണ്. ചില ഡേറ്റ പ്രകാരം 2020-നും 2024-നും ഇടയിൽ പാകിസ്ഥാന്റെ ആയുധ ഇറക്കുമതിയുടെ 81% ചൈനയിൽ നിന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.